ഇപ്പോൾ ശ്രീ EP ജയരാജൻ, ഞാൻ വി.എസുമായി ബന്ധപ്പെടാൻ തുടങ്ങിയത് 1970 കാലഘട്ടം മുതലാണ്. 1970 മാടായി നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക ചുമതലക്കാരനായും പ്രചാരകനായും സംഘാടകനായും വി.എസ് അന്ന് കണ്ണൂരിൽ മാടായിലെത്തിയിരുന്നു. വി.എസിനോടൊപ്പം അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടോ അദ്ദേഹത്തിന്റെ യോഗങ്ങളിൽ എത്തിക്കുക, അതുപോലെ തന്നെ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ എത്തിക്കുന്നതിനുള്ള ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ അദ്ദേഹം നമ്മളിന്ന് വേർപിരിയുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള, അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. വി.എസിന്റെ ജീവിത കാലഘട്ടം വളരെ സങ്കീർണമായിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ജീവിത കാലഘട്ടത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും, അതിലൂടെ വളർന്നു വന്ന് വിപ്ലവ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പാർട്ടി അംഗമായി. ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരമുഖത്ത് അണിനിരുന്നു. ഒട്ടനവധി സമരമുഖങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പുന്നപ്പന വയലാർ സമരനായകനായി. അദ്ദേഹം ദുഃഖമനുഭവിക്കുന്നവരുടെ, പട്ടിണി പാവങ്ങളുടെ, മണ്ണിൽ പണിയെടുക്കുന്നവരുടെ, ചളിയിൽ വീണുവരിക്കുന്നവരുടെ സംരക്ഷകനായി, സഹായിയായി, പോരാളിയായി ഉയർന്നു വന്നു. അദ്ദേഹമാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ആ കർഷക തൊഴിലാളി പ്രസ്ഥാനം പിന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു കർഷക തൊഴിലാളികളുടെ സമരപ്രസ്ഥാനമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുക്കാൻ ഏറ്റവും ഉജ്ജ്വലനായ സംഘാടകരും പ്രചാരകനും ആയി അദ്ദേഹം പ്രവർത്തിച്ചു. ഇന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ രൂപീകരണത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 പ്രമുഖ നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക അംഗമാണ് വി.എസ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം മുഴുവൻ പോരാട്ടങ്ങളും സമരങ്ങളും ആയിരുന്നു. അദ്ദേഹം നിയമസാമാജികനായി, പ്രതിപക്ഷ നേതാവായി പോരാടുകയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി പോരാടി നേടിയിട്ടുള്ള ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യങ്ങൾ ഭരണരംഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പാവപ്പെട്ടവരുടെ സംരക്ഷകനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു വി.എസ്. ആ വി.എസ് ഇന്ന് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അദ്ദേഹത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കുകയാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങൾ എന്നും സഖാക്കൾ സ്മരിക്കും. അങ്ങനെ ഒരു ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സമർപ്പിച്ച ഉജ്ജ്വലനായ പോരാളി, ധീരനായ പടനായകൻ, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വി.എസ് നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ അങ്ങേറ്റത്തെ ദുഃഖമാണ് തളം കെട്ടി നിൽക്കുന്നത്. കേരളമാകെ, ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനമാകെ ആ ദുഃഖത്തിന്റെ ഭാഗമാണ്. EP ജയരാജന്റെ തലമുറയിൽപ്പെട്ട നേതാക്കൾക്ക് ഓർത്തെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇവ. വി.എസ് എന്ന സംഘാടകനിൽ തുടങ്ങി ജനകീയ നേതാവായി അദ്ദേഹം വളർന്നതുവരെയുള്ള കാര്യങ്ങൾ EP ജയരാജൻ ഓർത്തെടുക്കുകയായിരുന്നു. ഇപ്പോൾ